എനിക്ക് പറയാനുള്ളത് അത് അനൂപിന് പോലുള്ള UDF-ൻ്റെ ആളുകളോട്, കോൺഗ്രസിൻ്റെ ആളുകളോടാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോഴത്തെ എന്താണ് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച്, ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവായിട്ടുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഉമർ അബ്ദുള്ള പറഞ്ഞ കാര്യം അറിയല്ലോ. ഞങ്ങളുടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ICUയിലാണ്. ആ ICUയിൽ കിടക്കുന്ന വല്ലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്വാസം വരും. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ തന്ത്രപൂർവ്വം മറ്റവർ മറികടക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ICUയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അത് മാറ്റിയെടുക്കലാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിക്കുണ്ടാകുന്ന ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നത് ആ രീതിയിൽ ഇന്ത്യ സഖ്യത്തെ ഒരു ശക്തമായ പോരാട്ട മുന്നണിയായിട്ട് മാറ്റിയെടുക്കുക. ഇതിപ്പം വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ അത് പോരാട്ടത്തിൻ്റെ ഒരു ശക്തിയാണെന്ന് ജനങ്ങൾക്കെങ്കിലും ബോധ്യപ്പെടണം. അതില്ലാതെ നമ്മളിങ്ങനെ ഇന്നത്തെ പാർലമെൻറ്റിലെ അവസ്ഥ പോലും നമ്മൾ നോക്കിയാൽ അറിയാം. ഇതൊക്കെ രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർ ഇവിടെ അമിത്ഷായുടെ മറ്റ് മറുപടി എന്നുള്ള കാര്യം നോക്കിയാൽ നിങ്ങൾ പറയണമെന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഈ അപഹാസ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ശക്തി സംഭരിക്കേണ്ടതുണ്ട്. അതിനാണ് ആദ്യം ശ്രമിക്കേണ്ടത്.